ആദ്യം തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. KR ഗോപികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. പോയാലോ ആഷ്മി താജ് ഇബ്രാഹിം? ഓക്കെ ഗോപികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു ഓൾ റിപ്പോർട്ടേഴ്സ്, ഓൾ പ്രസന്റേഴ്സ്, ഓൾ ന്യൂസ് റീഡേഴ്സ്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരു സുപ്രഭാതം ഇരിക്കട്ടെ അല്ലേ? ഇനി നമ്മൾ കുറയ്ക്കണ്ടല്ലേ? ഓക്കെ, അത്യാവശ്യം എനിക്കൊന്ന് ഗോപികൃഷ്ണൻ തൃശ്ശൂരിലെ നല്ല ഫസ്റ്റ് ക്ലാസ് ചായയൊക്കെ കുടിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയാണ് തൃശ്ശൂരിലെ വിവരങ്ങൾ? ഓക്കെ, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN, S വിജയകുമാർ, ആഷ്മി താജ് ഇബ്രാഹിം, അതോടൊപ്പം തന്നെ നമ്മുടെ മുഴുവൻ റിപ്പോർട്ടർമാർക്കും കേരളത്തിലെ ഇന്നത്തെ പ്രബുദ്ധരായ മുഴുവൻ വോട്ടർമാർക്കും ഒരു നല്ല പ്രഭാതം ആശംസിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് SKN തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ മണ്ണല്ലൂർ നിയോജക മണ്ഡലത്തിലുള്ള അരിമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിലാണ്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ മോക്ക് പോളിംഗ് നടന്നു കഴിഞ്ഞു. 50 വോട്ടുകളാണ് മോക്ക് പോളിംഗിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളത്. അത് VVPAT-മായി ഒത്തുനോക്കും. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ EVM മെഷീനുകൾ മാറ്റുകയും പുനഃക്രമീകരിക്കുകയും ചെയ്യും. ഇതാണ് അപ്പോഴിപ്പോൾ മോക്ക് പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ 3 ബൂത്തുകളാണ് ഉള്ളത്. ആകെ പോളിംഗ് ബൂത്തുകൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ളത് 1275 6 ഓക്സിലറി ബൂത്തുകൾ അടക്കം 1283 ബൂത്തുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എല്ലാവിധത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് സുരക്ഷിതമായ പോളിംഗ് ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ജോലിക്കായി 5000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. തൃശ്ശൂർ സിറ്റിയിൽ ഏകദേശം 3000, റൂറൽ 2445 ജീവനക്കാരാണ് ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. ഇവിടെ പ്രശ്നബാധിത ബൂത്തുകളായി കണ്ടെത്തിയിട്ടുള്ളത് 29 ബൂത്തുകളാണ്. ഈ 29 ബൂത്തുകളിലും മൈക്രോ ഒബ്സർവർമാരെ നിയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രശ്നസാധ്യതാ ബൂത്തുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് CRPF ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. വെബ്കാസ്റ്റിംഗ് സംവിധാനം, അതോടൊപ്പം തന്നെ പോലീസ് സുരക്ഷ എന്നിവ ഉറപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ സുരക്ഷിതവും സമാധാനപരമായ പോളിംഗിന് ആവശ്യമായ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് മോക്ക് പോളിംഗ് നടത്തി അതിനുശേഷം ഈ 50 വോട്ടുകൾ അത് VVPAT-മായി ഒത്തു നോക്കുകയും അതിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് SKN ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായി ഇത് പൂർത്തിയായി കഴിയുമ്പോഴേക്കും ഏതാണ്ട് 6:30 മണിയാകുന്നതോടുകൂടി തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ടർമാർ എത്തിത്തുടങ്ങും. 7 മണിക്ക് പോളിംഗ് ആരംഭിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ചെയ്ത 50 വോട്ടുകൾ അത് VVPAT-മായി ഒത്തു നോക്കുന്നു. അത് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയാൽ EVM മെഷീനുകൾ മാറ്റുകയും അത് പുനഃപരിശോധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വാശിയേറിയ പോരാട്ടം നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ. ഇവിടെ 3 സ്ഥാനാർത്ഥികളിൽ 2 പേർക്കാണ് തൃശ്ശൂരിൽ വോട്ട് ഉള്ളത്. അത് സുരേഷ് ഗോപിയുടെ വോട്ട്, NDA സ്ഥാനാർത്ഥിയുടെ വോട്ട് മൂക്കാട്ടുകര സ്കൂളിലാണ്. ഏതാണ്ട് 6-7 മണിയോടുകൂടി തന്നെ NDA സ്ഥാനാർത്ഥി അവിടെ വോട്ട് ചെയ്യാൻ എത്തുമെന്നാണ് അറിയുന്നത്. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ വോട്ട് ഉള്ളത് മുറ്റിച്ചൂർ സ്കൂളിലാണ്. ഏതാണ്ട് 7:30-ക്കുള്ളിൽ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറും അവിടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തും. റവന്യൂ മന്ത്രി K രാജന്റെ വോട്ട് അന്തിക്കാട് ഹൈസ്കൂളിലാണ്. 7:45 K രാജൻ അവിടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തും. അതോടൊപ്പം തന്നെ A വിജയരാഘവന്റെയും അതോടൊപ്പം മന്ത്രി R ബിന്ദുവിന്റെ ഒക്കെ വോട്ട് കേരളവർമ്മ കോളേജിലാണ്. അങ്ങനെ പ്രമുഖരായ പത്മജ വേണുഗോപാൽ, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, രവീന്ദ്രൻ മാഷെ എന്നിവരുടെ ഒക്കെ വോട്ട് തൃശ്ശൂരിലാണുള്ളത്. അതിൽ മഞ്ജു വാര്യർ ഹൈദരാബാദിൽ ഷൂട്ടിന് പോയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തവണ വോട്ട് രേഖപ്പെടുത്താൻ എത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പോളിംഗ് തുടങ്ങാൻ ഏതാണ്ട് ഇനി 45 മിനിറ്റ് ബാക്കി നിൽക്കുമ്പോൾ ഇവിടെ ഏറ്റവും അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. മോക്ക് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഇപ്പോൾ VVPAT-മായി ഒത്തുചേർന്ന് ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളുമില്ല എന്ന് സ്ഥിരീകരിക്കുകയാണ്. SKN. താങ്ക് യു ഗോപികൃഷ്ണൻ. എന്തെങ്കിലും വിജയന് ചോദിക്കാനുണ്ടോ ഗോപികൃഷ്ണനോട്? അവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ VVIP വോട്ടേഴ്സ് ഉള്ള ഒരു മണ്ഡലം കൂടിയാണ്. കാരണം ഇപ്പോൾ A വിജയരാഘവനെ പോലെ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് അവിടെയാണ് വോട്ട്. സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ വോട്ടും കുടുംബത്തിന്റെ വോട്ടും തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് നേരത്തെ തന്നെ മാറ്റിയിരുന്നു. അതെ, അങ്ങനെ അതുപോലെ താരങ്ങൾ. ഒരു കാര്യം ചോദിക്കാൻ മറന്നു, അതായത് ഈ കിഴക്കെ വെള്ളകീറി തുടങ്ങിയതേ ഉള്ളൂ. അവിടെ എങ്ങനെ സ്ഥാനാർത്ഥികളെ കണ്ടോ? അല്ല, അത് 6:30 ആകുമ്പോഴേക്ക് ബൂത്തിലെത്തും. 6:30 ആകുമ്പോഴേക്ക് സുനിൽകുമാർ, അപ്പൊ ഇലക്ഷൻ മൂവേഴ്സ് തുടരുന്നു.